ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാനൊന്ന് ഫാൻസിയിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ എൻ്റെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ തന്നെ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അപ്പു വരുന്ന വഴിക്ക് എനിക്ക് 2 ഹാജ്മൂല തന്നിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്യാസ് നിറയുന്നതിനൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ വന്നപ്പോൾ അമ്മാമ്മയും കുട്ടിയും കൂടിയിട്ട് മുട്ട പുഴുങ്ങി കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനിതാ അതൊക്കെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾക്ക് ഒറ്റപ്പാലത്തേക്ക് പോകണം. ആമിക്കുട്ടിക്ക് മാല പുതിയതെടുക്കണം. അവളുടെ ചെയിൻ പൊട്ടിയിട്ട് കുറച്ച് ദിവസമായിരിക്കണം. അതവൾ വലിച്ച് പൊട്ടിച്ചതാണ് കേട്ടോ, സ്വയം പൊട്ടിയതൊന്നല്ല. അപ്പോൾ ഞാനിതാ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഇന്നലത്തെ നല്ല ചാളക്കറി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചാള മീൻ പുളി വെച്ചത് ഞാൻ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫാൻസിയിൽ കയറിയിട്ട് ഈ ഒരു കമ്മലും പിന്നെ ഞാൻ ഇപ്പോൾ ഡാസലറിൻ്റെ പുതിയ ഇറങ്ങിയിട്ടുള്ള വാട്ടർ പ്രൂഫ് ഐലൈനറും ആണ് കേട്ടോ മേടിച്ചേക്കണത്. ഇതിന് 110 രൂപയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല ലാഭമുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞതിന് റേറ്റ് കൂടുന്നതാണ് കേട്ടോ കടക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങാണ്, ഭക്ഷണം കഴിച്ചു. ഞങ്ങൾക്ക് 2:30ക്കാണ് കേട്ടോ ബസ്. അപ്പോൾ ഞങ്ങളിതാ ബസ് സ്റ്റോപ്പിലെത്തി. ഇനി നേരെ ഒറ്റപ്പാലം ഞങ്ങൾ കവിത ജ്വല്ലറിയിലേക്കാണ് കേട്ടോ പോണത്. എപ്പോഴും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ സ്വർണ്ണമൊക്കെ മേടിക്കാറുള്ളത്. അപ്പോൾ ആമിക്കുട്ടി കോപ്പറാട്ടി കാട്ടാണ് കേട്ടോ. കണ്ട പല്ല് കടിച്ചിട്ടും മോത കയറ്റി പിടിച്ചിട്ടോളൂ ഭയങ്കര കോപ്പറാട്ടി കാണിക്കലാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. പിന്നെ ഞാനിത് കയറിയപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ നമ്മുടെ സാന്ദ്ര ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചേച്ചിക്ക് ഒരു ചാനലുണ്ട്, ശ്രാവണി ഫാമിലി വ്ളോഗ്സ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അവരെയും കൂടി ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിതാ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ബേക്കറിയിൽ കയറി കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് ബാഗിൽ കരുതിയിട്ടാണ് നമ്മൾ ജ്വല്ലറിയിലേക്ക് പോകുന്നത്. കാരണം ആമി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്ന എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ കുറച്ച് മിഠായിയും കാര്യങ്ങളും ബിസ്ക്കറ്റൊക്കെ ആയിട്ടാണ് നമ്മൾ ജ്വല്ലറിയിലേക്ക് പോണത്. അപ്പോൾ നമ്മളിതാ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ 2-3 മാസം ആയിട്ടുള്ളൂ കേട്ടോ. ആമിയുടെ വള മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ മാറ്റിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ആമിത മാല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആമിക്ക് ഒരു 1/2 പവൻ്റെ മാലയാണ് കേട്ടോ നമ്മൾ നോക്കണത്. അപ്പോൾ കുറേ തപ്പിയിട്ടാ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എൻ്റെ പാദസരത്തിൻ്റെ ഉണ്ടല്ലോ ഇങ്ങനെ നൂല്, പിന്നെ കുറച്ച് ബോള്, പിന്നെ നൂല്, പിന്നെയും ബോള്, അങ്ങനെ വരുന്ന മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇറക്കം കൂടുതലാണ്. മോൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇറക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ, കുഞ്ഞ കഴുത്തല്ലേ. അപ്പോൾ വലിയ മാലയൊന്നും വേണ്ട, കുറച്ച് സൈസ് കുറഞ്ഞ മാല നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് അപ്പു ക്യാമറയൊക്കെ ഓണാക്കി കുറേ കോപ്പറാട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേറെ കുറേയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയും കൂടി കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളും കവിത ജ്വല്ലറിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഒറ്റപ്പാലത്തുള്ള കവിത ജ്വല്ലറിയിലേക്കാണ് കേട്ടോ വന്നേക്കണത്. ഇവർക്ക് കുറേ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞേക്കണത്. പിന്നെ നമ്മളിങ്ങനെ കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു. പിന്നെ അത് ഈ ഒരു മാലയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണത്. ഇത് 1/2 പവനാണ് കേട്ടോ മാല വന്നിട്ട്. 1/2 പവൻ പോരാ, 1/2 പവനിങ്ങാട്ടി മേലെ വരുന്നുണ്ട്. 4,500 കേട്ടോ വരുന്നത്. 4 ഗ്രാമും 500 4.5 എന്നൊക്കെ വേണമെങ്കിൽ 4.5 ഗ്രാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ അമ്മയുടെ പഴയ മാല കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ മാല എടുക്കണത്. എന്നാലും നല്ല പൈസ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വീണ്ടും 10,000-ൻ്റെ അടുത്തൊക്കെ നമുക്ക് വീണ്ടും കൊടുക്കേണ്ട ആവശ്യം വന്നായിരുന്നു കേട്ടോ. നമ്മുടെ ആമയുടെ ആദ്യത്തെ മാല അത്ര ഇതുണ്ടായിരുന്നില്ല, കുറച്ച് കുറവായിരുന്നു ഗ്രാം. അപ്പോൾ കുറച്ചുകൂടി കൂട്ടിയെടുത്തപ്പോൾ കുറച്ചുകൂടി പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നായിരുന്നു. പിന്നെ നമുക്കിതാ ജ്യൂസൊക്കെ തന്നായിരുന്നു കേട്ടോ. അവർ നല്ല അടിപൊളി സർബത്തൊക്കെ തന്നായിരുന്നു. പിന്നെ അമ്മയ്ക്കിതാ മൂക്കുത്തി നോക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇതാ മൂക്കുത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കളക്ഷൻസ് എനിക്ക് മൂക്ക് കുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്. ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇപ്പം കുത്തണ്ട, നമുക്ക് ഒരുമിച്ച് പോയിട്ട് കുത്താന്ന്. അടുത്ത മാസം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്, 4th വെഡ്ഡിങ് ആനിവേഴ്സറി. ഉറപ്പായിട്ടും ഞാൻ മൂക്ക് കുത്തും. എൻ്റെ ആഗ്രഹമാണത്, മൂക്ക് കുത്തിയിട്ട് ഇങ്ങനെ റിങ് ഇടണം. എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്ക് കുത്തിയിട്ട് ഇങ്ങനെ മൂക്കുത്തിയൊക്കെ ഇട്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അല്ലേ. ഈ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് സാധിക്കുക. ആമിക്കുട്ടാ കൂക്കല്ലേടാ, അവൾ കിടന്ന് കൂക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആമിക്കുട്ടി എന്തൊക്കെയോ കോപ്പറേറ്റി കാണിക്കുന്നുണ്ട്. അവൾക്ക് ഫോണിൻ്റെ ഇത് കണ്ടുതന്നെ, സ്ക്രീൻ കണ്ടുതന്നെ അപ്പോൾ കോപ്പറേറ്റി കാണിക്കുക. ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി. കിടന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ.
പിന്നെന്താ ബിസ്ക്കറ്റ്, മാല, വള മോതിരം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലൈസ് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളതിനൊന്ന് അടക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു മാല കണ്ടോ, ഇത് 3 ഗ്രാമാണ് കേട്ടോ വരുന്നുള്ളൂ. അടിപൊളി, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് റോസ് ഗോൾഡിലാണ് കേട്ടോ വന്നേക്കണത്. ഭയങ്കര രസമുണ്ട്, എനിക്കിഷ്ടമായി. നൈസായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെയാണ് വെച്ചാൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെന്താ ഞാനൊരു മോതിരം നോക്കിയായിരുന്നു കേട്ടോ. മോതിരം നോക്കിയപ്പോൾ എനിക്ക് അങ്ങ് പിടിച്ചില്ല. പിന്നെ ഞാൻ റോസ് ഗോൾഡ് എടുക്കാൻ നോക്കിയിട്ടാ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതപ്പോൾ കാണിച്ചു തന്നില്ലേ, ആ ഒരു മോതിരമാണ് കേട്ടോ ലാസ്റ്റായിട്ട് ഞങ്ങൾ എടുത്തത്. കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഗോൾഡ് എടുക്കണോ റോസ് ഗോൾഡ് എടുക്കണോ എന്ന കൺഫ്യൂഷനായിരുന്നു. ഗോൾഡിനെക്കാട്ട് റേറ്റ് കുറവാണ് റോസ് ഗോൾഡിന് എന്നാട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ മോതിരം എടുത്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന് മുന്നേ വേറെ ഒരെണ്ണമാണ് കേട്ടോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു കല്ല് വെച്ചെടുക്കണ്ട, തിരുമ്പുമ്പോഴൊക്കെ ചിലപ്പോൾ കല്ലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ, പിന്നെ അതിൻ്റെ ഭംഗി അങ്ങ് പോയി. പിന്നെ ഇതിങ്ങനെ നടക്കുമ്പോൾ ഡോറ് തുറക്കുന്നു, അവൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഡോറ് അടയുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് കൗതുകമായിട്ട് അവൾ നോക്കിക്കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇങ്ങനത്തെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു മാലയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ലോക്കറ്റ് അമ്മയുടെ പഴയ ലോക്കറ്റ് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അരിക്കിടാൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ ഫുള്ള് എവിടെ നോക്കിയാലും പൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചെരുപ്പം നോക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ 7th ഹോസ്പിറ്റൽ ഗൈസ്, ഞാൻ ആമിക്കുട്ടീനെ പ്രസവിച്ചിരുന്ന ഹോസ്പിറ്റലാണ്. അയ്യോ, എനിക്കത് കണ്ടപ്പോൾ എന്തൊക്കെയോ കോരിത്തരിപ്പ് ശരീരത്തിൽ മൊത്തമായിട്ട്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആ സ്ഥലമൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഭാഗമൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കവിതയുടെ പായസത്തിൻ്റെ കൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അടപ്രഥമനായിരുന്നു, പിന്നെ ഗ്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ഈ ഒരു ചെരുപ്പാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സിമ്പിൾ ആൻഡ് മോഡേൺ ടൈപ്പ് ഒരു ചെരുപ്പായിരുന്നു നോക്കിയത്. പിന്നെ നമുക്ക് കവിതയുടെ പേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.